ഏകദേശം ഒരു 4 മണിയോടുകൂടി നമ്മൾ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു PCC വേണം, അതുപോലെ പെർമിറ്റും വേണം ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പം എന്താണ് ഈ PCC, എന്താണ് ഈ പെർമിറ്റ് എന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എൻട്രി പെർമിറ്റ് വേണം. അതിനൊരു പ്രധാന ഡോക്യുമെൻ്റാണ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ PCC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് നമുക്ക് ക്രിമിനൽ റെക്കോർഡൊന്നുമില്ല എന്ന് അതോറിറ്റീസ് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ PCC കൂടാതെ നമുക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഏകദേശം ഒരു മാസം മുൻപെങ്കിലും PCCക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. 1-2 ആഴ്ച സമയം എടുക്കും PCC നിങ്ങൾക്ക് വേണ്ടി ലഭിക്കാൻ വേണ്ടി. കാരണം പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മാത്രം തരുന്നൊരു സർട്ടിഫിക്കറ്റാണത്. PCC കിട്ടിയതിന് ശേഷം നിങ്ങൾ പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അത് നിങ്ങളെ ആരാണോ ലക്ഷദ്വീപിൽ സ്പോൺസർ ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ ഈ PCCയുടെ കോപ്പിയെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിറ്റിന് അവരപേക്ഷിച്ചിട്ട് അവർ ആ ഡേറ്റ് നിങ്ങളോട് പറഞ്ഞു തരും. ആ ഡേറ്റിനനുസരിച്ച് വേണം നമ്മൾ ഷിപ്പിലാണെങ്കിലോ പ്ലെയിനിലാണെങ്കിലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കപ്പലിലാവുമ്പോൾ ദ്വീപിലുള്ള ആൾക്കാർക്കാണ് എപ്പോഴും ടിക്കറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുക. 10 മുതൽ 15% മാത്രമേ വിസിറ്റേഴ്സിന് ടിക്കറ്റ് അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കപ്പലിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കവിടെ വിസിറ്റ് ചെയ്യാനുള്ള പെർമിറ്റ് അനുവദിച്ച ഡേറ്റിന് ഒരുപക്ഷെ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്നും വരാം. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് പ്ലെയിനാണ്. പക്ഷേ നമുക്ക് കപ്പലിൽ യാത്ര ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കപ്പൽ യാത്ര ചൂസ് ചെയ്യുക.